കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന ഇടപാടുകാരുടെ പരാതിയിൽ സമൃദ്ധി സോഷ്യൽ ഫോറത്തിന്റെ കോർഡിനേറ്റർ തോംസൺ ലോറൻസ് അടക്കം 4 പേർ പിടിയിലായി. തൊളിക്കോട് പ്രവർത്തിക്കുന്ന സമൃദ്ധിയുടെ പുനലൂർ മേഖലാ ഓഫീസിലെ ഫീൽഡ് സ്റ്റാഫുകൾ കോമളംകുന്ന് സുനീഷ് ഭവനിൽ സുനിൽ, ഇയാളുടെ ഭാര്യ സുധ, കുതിരച്ചിറ വൈഷ്ണവം അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയായ ഷാരിജ എന്നിവരാണ് മറ്റു 3 പേർ. അഞ്ചൽ, ആയൂർ, കടക്കൽ, കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 7000-ഓളം ഗ്രൂപ്പുകളുണ്ടാക്കി ഇവർ കോടികൾ തട്ടിയെടുത്തതായാണ് പരാതി. കുടുംബശ്രീ മാതൃകയിൽ 10 സ്ത്രീകളടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ബാങ്ക് ലോൺ തരപ്പെടുത്തി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവരിൽ നിന്ന് 10,000 രൂപ വീതമാണ് ഇവർ ഈടാക്കിയത്. പലർക്കും ഇവർ ബാങ്ക് ലോൺ തരപ്പെടുത്തി കൊടുത്തിരുന്നു. പക്ഷേ ഏറെ പേർക്കും ലോൺ കിട്ടിയില്ല. പറഞ്ഞ സമയത്ത് ലോൺ കിട്ടാതിരുന്നതിനെ തുടർന്ന് ഇടപാടുകാരിൽ ചിലർ പണം തിരിച്ചു ചോദിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. പല ഗ്രൂപ്പുകളിൽ നിന്നായി ഇവർ കോടികൾ തട്ടിയെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശി തോംസൺ ലോറൻസ് ആണ് തട്ടിപ്പു സംഘത്തിന്റെ നേതാവ്. വായ്പയും അടച്ച പണവും കിട്ടാതെ വന്നപ്പോൾ ഇടപാടുകാർ തൊളിക്കോട്ടുള്ള സമൃദ്ധിയുടെ ഓഫീസിൽ തള്ളിക്കയറി ബഹളമുണ്ടാക്കിയിരുന്നു. പലരും പുനലൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്തതോടെ മുങ്ങിയ തോംസൺ ലോറൻസിനെ ആലപ്പുഴയിൽ നിന്നാണ് പിടികൂടിയത്. പ്രമുഖരുടെ ഫോട്ടോ ഉൾപ്പെടുത്തി മാഗസിൻ പ്രസിദ്ധീകരിച്ചാണ് സംഘം ഇടപാടുകാരുടെ വിശ്വാസ്യത നേടിയെടുത്തത്. കഴിഞ്ഞ വിഷുദിനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹനാണ് സമൃദ്ധിയുടെ പുനലൂർ മേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ നിർധനർക്കുള്ള ധനസഹായം വിതരണം ചെയ്തത് പുനലൂർ ഡിവൈഎസ്പി KL ജോൺകുട്ടി ആയിരുന്നു. സമൃദ്ധി ന്യൂസ് എന്ന മാഗസിനിൽ പലയിടത്ത് ഇവർ സംഘടിപ്പിച്ച പരിപാടികളിൽ പ്രമുഖർ സംബന്ധിക്കുന്നതിന്റെ ചിത്രങ്ങളുണ്ട്. സമൃദ്ധിയുടെ നെയ്യാറ്റിൻകരയിലെ റൂറൽ ട്രെയിനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം R ശെൽവരാജ് MLA ആണ് നിർവഹിച്ചത്. മറ്റൊരു ചടങ്ങിൽ സ്വയം തൊഴിൽ വായ്പാ വിതരണം K മുരളീധരൻ MLA നിർവഹിച്ചു. ട്രിഡ ചെയർമാൻ അഡ്വക്കേറ്റ് PK വേണുഗോപാൽ, മനോരമ ന്യൂസ് റിപ്പോർട്ടർ റിയ ജോൺ എന്നിവർ സമൃദ്ധിയുടെ പരിപാടിയിൽ പങ്കെടുത്ത ചിത്രങ്ങളുണ്ട്. ശ്രീചിത്ര ഹോമിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പാലോട് രവി MLA, ഡെപ്യൂട്ടി സ്പീക്കർ N ശക്തൻ എന്നിവർ പങ്കെടുത്തു. അടൂരിൽ നടന്ന വായ്പാമേള MLA ചിറ്റയം ഗോപകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. മേൽപ്പറഞ്ഞ ചിത്രങ്ങളും വിവരണങ്ങളും അടങ്ങിയ മാഗസിനാണ് തട്ടിപ്പിന് വിശ്വാസ്യത പകരാൻ ഇവർ ഉപയോഗിച്ചത്. പുനലൂർ ഡിവൈഎസ്പി KL ജോൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം പുനലൂർ SI KS ഗോപകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അമീൻ, രാജീവ്, സുരേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൊളിക്കോടുള്ള ഓഫീസിൽ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഇടപാടുകാരും നാട്ടുകാരും തടിച്ചുകൂടി. ചിലർ പ്രതികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾ അങ്ങ് വന്നേ കാണിക്കാന്നേ, നിങ്ങൾ സ്റ്റേഷനോ കാണിക്കാന്ന്. ഓഫീസിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി വ്യാജ സീലുകൾ, രേഖകൾ, പാസ്ബുക്കുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമൃദ്ധി സംഘം തട്ടിപ്പ് നടത്തിയതായി ഡിവൈഎസ്പി KL ജോൺകുട്ടി പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പുനലൂർ പ്രദേശത്തെ സാധാരണക്കാരായ സ്ത്രീകൾ താമസിക്കുന്ന വീടുകളിൽ ചെന്ന് ആളുകളോട് 1000 രൂപ അടച്ച് സമൃദ്ധിയുടെ നിക്ഷേപ പദ്ധതികളിലേക്ക് ചേരുകയും അത് ചെറിയ സ്വാശ്രയ സംഘങ്ങൾ പോലെ 10 പേര് ഒരു ചെറിയ മണി ചെയിൻ സംവിധാനത്തിൽ 10 പേരോളം അടങ്ങുന്ന സംഘങ്ങളായി രൂപീകരിച്ചുകൊണ്ട് അവർക്ക് പണം നൽകി ഈ പണം അവരിൽ നിന്ന് പിരിച്ചതിന് ശേഷം 3 മാസമോ 4 മാസമോ കഴിഞ്ഞതിന് ശേഷം അവർക്ക് 1 ലക്ഷം രൂപ വീതം വായ്പ നൽകാം എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘം ഇവിടെ പ്രവർത്തിച്ചത്. ഇതിനെക്കുറിച്ച് വിവരം കിട്ടിയതിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് മാർച്ച് നടത്തുകയും ഇവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു. നിരവധി നിക്ഷേപകർ ഇതറിഞ്ഞ് ഇവിടെ എത്തി അവരുടെ പ്രതിഷേധ പരാതികളൊക്കെ നൽകിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് പ്രതികളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ വളരെ ഗൌരവമായി കേരള സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി ഇത്തരത്തിലും ശാഖകൾ തുറന്നുകൊണ്ട് ആളുകളെ ആസൂത്രിതമായി തട്ടിക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢസംഘം, ഒരു മാഫിയ സംഘം തന്നെ ഓരോ പ്രദേശങ്ങളിൽ ചെന്ന് അതാത് പ്രദേശങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുവാനുള്ള ഒരു നീക്കമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.